everyone, welcome back to Salem. It's me, PJR. മക്കൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളിയായിട്ട് നമ്മുടെ NMS ക്ലാസ് ഒക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻ്റൽ എബിലിറ്റിയിലെ ചെറിയ ചോദ്യം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇന്ന് എപ്പോഴും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാത്രം പഠിച്ചാൽ മതിയോടാ, പോരാ. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫിഗർ പാറ്റേൺ, ഫിഗേഴ്സ്, അടുത്ത ഫിഗർ ഏത് എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഞാൻ കാണിച്ചുതരാം ഏതാണ് ആ ചോദ്യം എന്നുള്ളത്. ഇതാണ് ചോദ്യം. ഒരു ചോദ്യം നോക്കിക്കേ. ചോദ്യചിത്രങ്ങളുണ്ട്, താഴത്ത് ഉത്തര ചിത്രങ്ങളുണ്ട്. ഇതേ കണക്കിന് ഇതെങ്ങനെ വരും? ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെയുള്ള ചിത്രം എന്ത് എന്നാണ് ചോദിച്ചത്. ആദ്യത്തെ ചിത്രത്തിനെ വിലയിരുത്തിയതിന് ശേഷം ഇപ്പം പല കുട്ടികൾക്കും സംശയം ഉണ്ടാവും, സാറേ ഈ ഒരു ചോദ്യം നമ്മൾ എപ്പോഴും എങ്ങനെ ചെയ്യുക, മീൻസ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കുക. അപ്പോൾ ഐഡിയ മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ ചിത്രത്തിൽ നിന്ന് നോക്കിയിട്ട് ആ ഐഡിയക്ക് അനുസരിച്ച് വേണം അടുത്തത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരേ പൊളി ഞാൻ കാണിച്ചുതരാം. അതേ കേട്ടോ, ഇവിടെ ഒരു ഹാഫ് ആയിട്ടുള്ള സർക്കിൾ ഉണ്ട്, സെമി സർക്കിളാണ്. വേണമെങ്കിൽ നമുക്കൊരു കേക്കിൻ്റെ കണ്ടെന്നൊക്കെ പറയാം. നേരെ ഹാഫാണ് കേട്ടോ. തിന്നണ കാര്യം ആയതുകൊണ്ട് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതാ കണ്ടോ. പക്ഷെ ഇവിടെ നോക്ക്, ഇത് ഫുൾ സർക്കിളാണ്, പക്ഷേ ഒരു ഡാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിടത്ത് ഹാഫ് ഉണ്ട്, ഒരിടത്ത് ഫുള്ളുണ്ട്, പക്ഷേ ഡാർക്ക് സൈഡ് കൂടെ അപ്പുറത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത്? ഇത് സർക്കിൾ അല്ല, അത് വേറൊരു രൂപം അല്ലേ. ആ ഒരു രൂപം വൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ ഈ ഒരു രൂപം പുറത്തുണ്ടാവും, പക്ഷെ ഇവിടുത്തെ ഡാർക്ക് ആയിരിക്കും. കണ്ടോ, ഇത് കംപ്ലീറ്റ് ചെയ്യേം വേണം, അതായത് ഇത് കംപ്ലീറ്റ് ചെയ്യേം വേണം, ഇത് ഡാർക്ക് ആകും വേണം. അപ്പം അങ്ങനെ വരുന്ന സാധനം ഇതിലേതാണ്? ഇതിലേതാ നിങ്ങൾക്ക് പറയാം. ഇതല്ല, കാര്യം ഇത് സെൻട്രലല്ല, അത് ഈ ഒരു ചിത്രത്തിന് കംപ്ലീറ്റഡ് അല്ല അത് വരുന്നത്. അപ്പം ഇതുമല്ല. നമുക്ക് ഓരോന്നോരോന്ന് ക്യാൻസൽ ചെയ്യാടാ. ഇനി നോക്ക്, രണ്ടാമതാണ് ഇവിടെ എന്തുള്ളത്? ഡാർക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഈ സാധനവും എന്തായിരിക്കും വരിക? ഡാർക്ക്. അപ്പോൾ ഇത് ഡാർക്ക് വരുന്നില്ല, ഡാർക്ക് വരുന്നത് നാലാമത്താണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ 4. അടുത്ത ചോദ്യങ്ങൾ സ്വന്തം ചെയ്തേ. സിമ്പിളാണ്. ആ 4 തന്നിട്ട് നെക്സ്റ്റ് ഫിഗർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ്, ഫിഗർ ടൈപ്പ് പാറ്റേൺ ആണ്. ആ പാറ്റേണിൽ നെക്സ്റ്റ് ഫിഗർ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ഒറ്റ ചോദ്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് ഹോംവർക്ക് തരും. സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെയും ഡാർക്ക് ആ ഒരു ഡാർക്ക് സ്ക്വയറോ റെക്ടാങ്കിളോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ സാധനം നമുക്ക് ആദ്യം ഒരു സ്ക്വയറിലായിരുന്നു ഉണ്ടായിരുന്നത്, അതായത് ഒരു റെക്ടാങ്കിൾ, ഒരു ചെറിയ ചതുരക്കട്ടയിലുണ്ടായിരുന്നു. അതിങ്ങനെ കൂടി കൂടി ആ 2 3 ഇങ്ങനെ മുകളിലോട്ട് കേറി അടുത്തൊക്കെ മുകളിൽ സ്ഥലല്ല. മുകളിൽ സ്ഥലമല്ലെങ്കിൽ സൈഡോട്ട് ഇറങ്ങി. കണ്ടോ, കണ്ടോ. അപ്പൊ മുകളിൽ ഇവിടെ തിഞ്ഞ അടുത്ത ഏതാ വരിക? ഇതിങ്ങനെ നിറയും. അപ്പൊ താഴോട്ട് ഇറങ്ങും. അപ്പൊ നമുക്ക് ഇത് അടുത്തതാ. കണ്ടോ, കണ്ടോ. അപ്പൊ അടുത്തത് താഴോട്ട് വീണ്ടും ഇറങ്ങണം. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഫില്ലാണ്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഫില്ലാവുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ആണ്. ഏത് പൊളി? ഒരേ പൊളി എന്ന് പറഞ്ഞ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇട. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്, ഇനി അങ്ങോട്ടും ക്ലാസ് ഉണ്ടാവും. നമ്മുടെ ആപ്പ് ബ്രഹ്മോസ് ബാച്ച്, NMS വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ചാണ്. ആ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഫ്രീ ആണ്. ബ്രഹ്മോസ് ബാച്ച് ഫ്രീ ആണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സൈലം ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റ് ടോപ്പിക്കാണ്. ഇത് ചെറിയ ക്വസ്റ്റ്യൻസ്, 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ അവിടെ മൊത്തം കംപ്ലീറ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ടോപ്പിക്ക് പഠിച്ചെടുക്കുക. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ചോദ്യം സിമ്പിളാണ്. നെക്സ്റ്റ് ഫിഗർ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടുത്ത ഫിഗർ എന്ത്? അടുത്ത ഫിഗർ എന്തെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഇടുക. ഫീഡ്ബാക്കിന്റെ കൂടെ ലൈക്ക് അടിച്ചുകൊണ്ട് കമന്റ് സെക്ഷന്റെ കൂടെ ഇതിന്റെ ഒരു ആൻസർ നിങ്ങൾ ഇടുക. ഓക്കെ, ഇത് 1ാമത്തെ ചിത്രം, ഇത് 2ാമത്തെ ചിത്രം, ഇത് 3ാമത്തെ ചിത്രം, ഇത് 4ാമത്തെ ചിത്രം. ഈ 4 ചിത്രം കഴിഞ്ഞിട്ട് 5ാമത്തെ ചിത്രം. ഈ ചിത്രങ്ങളിൽ, അതായത് ഈ 4 ആരാണെന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഏതാണ് ആൻസർ എന്ന് എഴുതാ. താഴെ അത്യാവശ്യം വലുപ്പത്തിൽ ഫീഡ്ബാക്ക് ആയിരിക്കും, കാര്യം വായിക്കാലോ ഒരുപാട്. അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുമ്പോഴേക്കും ഇറ്റ്സ് മീ PJR സൈനിങ് ഓഫ്. ബൈ.